ഹലോ സ്റ്റുഡൻറ്റ്, CSIR നെറ്റ് ഫിസിക്കൽ സയൻസിൻ്റെ റീക്യാപ്പ് സീരീസിലാണ് നമ്മളുള്ളത്. സോ നമ്മൾ എക്സാമിന് വേണ്ട ചില പെർട്ടിക്കുലർ ടോപ്പിക്ക് നല്ല സീരിയസ് ആയി ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ട ടോപ്പിക്കാണ് നമ്മൾ ഈ റീക്യാപ്പ് സീരീസിലൂടെ പറയുന്നുണ്ടാവുക. അതിൽ കുറച്ച് സെറ്റ് ഓഫ് ക്വസ്റ്റ്യൻസ് നമ്മൾ ഈ ഡിസ്കഷനിൽ ചെയ്യുന്നുണ്ടാവും. അതുപോലെ ബാക്കി കുറച്ച് പ്രാക്ടീസ് ക്വസ്റ്റ്യൻസ് നിങ്ങൾക്കായിട്ട് സെലക്ട് ചെയ്ത് സോൾവ് ചെയ്യാനായിട്ട് വെച്ചിട്ടുണ്ട്. അത് നിങ്ങൾക്ക് ഡിസ്ക്രിപ്ഷനിൽ പോയാൽ അതിൻ്റെ ലിങ്ക് കിട്ടും. ആ ക്വസ്റ്റ്യൻസ് ഒക്കെ നിങ്ങൾ സ്വയം ചെയ്ത് നോക്കുക. അതുപോലെ തന്നെ ഫർദർ അപ്ഡേറ്റ്സും കാര്യങ്ങളൊക്കെ അറിയാൻ വേണ്ടിയിട്ട് ട്രിസിൻ്റെ ഫർദർ CSIR നെറ്റ് ഫിസിക്സുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും അറിയാൻ വേണ്ടിയിട്ട് താഴെ ഒരു ലിങ്ക്, കമ്മ്യൂണിറ്റി ലിങ്ക് കൊടുക്കുന്നുണ്ട്. അതിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. നമുക്ക് ഏതായാലും ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക് എന്ന് പറഞ്ഞാൽ മാത്തമാറ്റിക്കൽ ഫിസിക്സിലെ കോംപ്ലക്സ് അനാലിസിസ് എന്നുള്ള ഒരു ടോപ്പിക്കിൻ്റെ ഒരു സബ് ഡിവിഷൻ എന്ന് വേണമെങ്കിൽ പറയാം, റെസിഡ്യൂ ആൻഡ് പോൾ എന്നുള്ളതാണ്. ഓക്കെ, സോ നമുക്ക് നേരെ എന്ത് ചെയ്യാം, സീരീസിലേക്ക് കിടക്കാം. സോ കോംപ്ലക്സ് ഫംഗ്ഷൻ ആദ്യം എന്താണെന്ന് അറിയണം. നമ്മൾ സാധാ ചെറിയ ക്ലാസ്സുകളിൽ പഠിക്കുന്ന ഒരാളാണ് കോംപ്ലക്സ് നമ്പർ എന്നുള്ളത്. A+IB എന്നുള്ള ഫോർമാറ്റുള്ളതിനാണ് നമ്മൾ കോംപ്ലക്സ് നമ്പർ എന്ന് പറയുന്നുണ്ടാവുക. ഈ നമ്പർ എന്നുള്ളത് മാറിയിട്ട് നമ്മൾ നേരെ ഫങ്ഷണൽ സ്പേസിൽ ചിന്തിക്കുമ്പോഴാണ് നമുക്ക് കോംപ്ലക്സ് ഫംഗ്ഷൻ്റെ ഇമ്പോർട്ടൻസ് വരുന്നത്. അതായത് ഇപ്പോൾ Z എന്ന് പറഞ്ഞൊരു ഫംഗ്ഷൻ ഉണ്ടെന്ന് വിചാരിക്കുക, വിച്ച് ഈസ് ഈക്വൽ ടു U+IV എന്ന് ഡിഫൈൻ ചെയ്യാണ്. ഓക്കെ, വേർ U ഈസ് എ ഫംഗ്ഷൻ ഓഫ് X, Y ആൻഡ് V ഈസ് ഓൾസോ എ ഫംഗ്ഷൻ ഓഫ് X, Y. അപ്പോൾ U എന്നുള്ളൊരു ഫംഗ്ഷൻ നമ്മൾ എടുത്തിട്ടുണ്ട്, V എന്നുള്ളൊരു ഫംഗ്ഷൻ നമ്മൾ എടുത്തിട്ടുണ്ട്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ കോംപ്ലക്സ് ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്, Z ഈസ് ഈക്വൽ ടു U+IV എന്നുള്ള ഫോർമാറ്റിനെയാണ് നമ്മൾ എന്തെന്ന് പറയാം, കോംപ്ലക്സ് ഫംഗ്ഷൻസ് ആണെന്ന് പറയാം. ഓക്കെ, ഇനി ഈ കോംപ്ലക്സ് ഫംഗ്ഷൻ ഒരുപാട് ഡിഫറെൻറ്റ് കൈൻഡ് ഉണ്ട്. അനലിറ്റിക് ഫംഗ്ഷൻ ആവാം, നോൺ അനലിറ്റിക് ഫംഗ്ഷൻ ആവാം. അങ്ങനത്തെ ഒരുപാട് പ്രോപ്പർട്ടിയും കാര്യങ്ങളൊക്കെ കോംപ്ലക്സ് ഫംഗ്ഷൻ ഉണ്ട്. നമ്മൾ ഇന്നത്തെ ഒരു ടോപ്പിക്കിൽ കൺസ്ട്രെയിൻ ചെയ്ത് നിന്നുകൊണ്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ അടുത്ത് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് മെയിനായിട്ട് എന്താണ് സിംഗുലർ പോയിന്റ് എന്നുള്ളതാണ്. ഓക്കെ, സോ കോംപ്ലക്സ് ഫംഗ്ഷന് നമ്മൾ തൊട്ട് മുമ്പ് പറഞ്ഞു Z ഈസ് ഈക്വൽ ടു U+IV എന്നുള്ള കോംപ്ലക്സ് ഫംഗ്ഷൻ എന്താവാം, നമ്മൾ സാധാരണ f(x) എങ്ങനെ പറയാറുള്ളത്, f(x) ഫങ്ഷണൽ സ്പേസ് പഠിച്ചു കഴിഞ്ഞ ഉടനെ, അതായത് ഒരു ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്യണം നമ്മൾ പറയും 1 ആവണം, 1 ആവണം. അത് ഡിഫൈൻ ചെയ്ത് കഴിഞ്ഞ ഉടനെ നമ്മൾ പറയില്ല അത് കണ്ടിന്യൂസ് ആണോ, ഡിഫറൻഷ്യബിൾ ആണോ, അങ്ങനത്തെ കുറച്ച് പ്രോപ്പർട്ടീസ് ആണ് നമ്മൾ പറയാം. സോ സപ്പോസ് f(x) കണ്ടിന്യൂസ് ആണെന്ന് വിചാരിക്കാം. ഓക്കെ, അതുപോലെ തന്നെയാണ് കോംപ്ലക്സ് ഫംഗ്ഷൻ്റെ കേസിലും നമ്മൾ ഡിഫൈൻ ചെയ്ത കോംപ്ലക്സ് ഫംഗ്ഷൻ അഥവാ അതെല്ലാ സ്ഥലത്തും ഡിഫൈൻ ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ, ഓക്കെ, ഇപ്പോൾ ഡിഫറൻഷ്യബിൾ അല്ല എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ കണ്ടിന്യൂറ്റി നഷ്ടപ്പെടുന്നുണ്ടെന്ന് പറഞ്ഞാൽ അതിൻ്റെ മീനിങ് എന്താ, ഇപ്പോൾ f(x) is equal to സപ്പോസ് 1/x ആണെന്ന് വിചാരിക്കാം. ഈ 1/x എന്നുള്ള ഫംഗ്ഷൻ എല്ലാ സ്ഥലത്തും ഡിഫൈൻഡ് ആണ് എക്സെപ്റ്റ് 0. 0യിൽ അതിൻ്റെ ഡെഫിനിഷൻ എന്താ, 1/0 ഇൻഫിനിറ്റി ആവും. അപ്പോൾ എന്താണ് അതിൻ്റെ ആൻസർ നമുക്കറിയില്ല. ഓക്കെ, അൺഡിഫൈൻഡ് ആണെന്ന് പറയും. അപ്പോൾ നമ്മൾ എന്ത് പറയും, ആ ഫംഗ്ഷന് അറ്റ് x=0 പോയിന്റിൽ ഡിഫൈൻഡ് അല്ല, എല്ലാ സ്ഥലത്തും കണ്ടിന്യൂസ് ആണ് എക്സെപ്റ്റ് x=0 എന്ന് പറയും. ഇതുപോലെ തന്നെയാണ് കോംപ്ലക്സ് ഫംഗ്ഷനും. കോംപ്ലക്സ് ഫംഗ്ഷൻ എല്ലാ സ്ഥലത്തും അത് കണ്ടിന്യൂസ് ആണ്, ഡിഫറൻഷ്യബിൾ ആണെന്ന് പറയുന്നതിനാണ് നമ്മൾ എന്തെന്ന് പറയാം, ഡിഫൈൻഡ് ആണെന്നുള്ള പറയുന്നതിനാണ് നമ്മൾ അനലിറ്റിക് ആണെന്ന് പറയാം. ഓക്കെ, സോ എല്ലാ സ്ഥലത്തും ഫംഗ്ഷൻ ഡിഫൈൻഡ് ആണെന്നുണ്ടെങ്കിൽ അതിന് നമ്മൾ അനലിറ്റിക് ഫംഗ്ഷൻസ് എന്ന് പറയും. ഓക്കെ, സോ അനലിറ്റിക് ആണോ ചെക്ക് ചെയ്യാനൊക്കെ ഒരുപാട് മെത്തേഡ് ഉണ്ട്, കോഷി റീമാൻ കണ്ടീഷൻസ് ഒക്കെ ഉണ്ട്. സോ നമ്മൾ സിംഗുലർ പോയിന്റ് പോളിലേക്ക് വേണ്ടി ഡിസ്കഷനിലേക്ക് പറയാൻ വേണ്ടിയിട്ട് ഞാൻ അതിൻ്റെ ഒരു ബ്രീഫ് ഐഡിയ പറഞ്ഞു എന്ന് മാത്രം. ഈ അനലിറ്റിക് ഫംഗ്ഷനിൽ എവിടെയാണോ ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്യാൻ പറ്റാത്തത് ആ ടൈപ്പ് പോയിന്റ്സിനെയാണ് നമ്മൾ എന്തെന്ന് പറയുക, സിംഗുലർ പോയിന്റ് എന്ന് പറയുന്നുണ്ടാവുക. ഓക്കെ, ഫംഗ്ഷൻ എല്ലാ സ്ഥലത്തും അനലിറ്റിക് ആവും. എവിടെയാണോ നമ്മളെ ഫംഗ്ഷന് നോൺ അനലിറ്റിക് ആവുന്നത് ആ പോയിന്റിനെയാണ് നമ്മൾ എന്തെന്ന് പറയാം, ആ പോയിന്റിനാണ് നമ്മൾ സിംഗുലർ പോയിന്റ് എന്ന് പറയുന്നുണ്ടാവുക. ഓക്കെ, ഒരു സിമ്പിൾ എക്സാമ്പിൾ എടുക്കാം. ഒരു കോംപ്ലക്സ് ഫംഗ്ഷൻ സപ്പോസ് 1/z-2 ആണെന്ന് വിചാരിക്കാം. ഓക്കെ, സോ ഈ ഫംഗ്ഷൻ എല്ലാ സ്ഥലത്തും ഡിഫൈൻഡ് ആണ്. ഇതൊരു കോംപ്ലക്സ് ഫംഗ്ഷൻ ആണ്. കോംപ്ലക്സ് ഫംഗ്ഷൻ ആണെന്ന് എങ്ങനെ മനസ്സിലായി, Z ഉണ്ട്. ഓക്കെ, Z ഈസ് ഈക്വൽ ടു, നോർമലി Z എന്ന് പറഞ്ഞാൽ ആരാണ് ഉണ്ടാവില്ലേ, X+IY എന്നാണ് Z-നെ നോർമലി ഡിനോട്ട് ചെയ്യാറുള്ളത്. സോ ഈ 1/z-2 എന്നുള്ള ഫംഗ്ഷൻ എല്ലാ സ്ഥലത്തും ഡിഫൈൻഡ് ആണ് എക്സെപ്റ്റ് Z ഈസ് ഈക്വൽ ടു 2. Z ഈസ് ഈക്വൽ ടു 2 എന്നുള്ള നമ്പറിൽ ആര് ഡിഫൈൻഡ് അല്ല, നമ്മളെ ഫംഗ്ഷൻ ഡിഫൈൻഡ് അല്ല. കാരണം എന്താ, Z ഈസ് ഈക്വൽ ടു 2 എന്നുള്ള നമ്പറിൽ ഇത് 1/2 - 2 ആവും. 1/2 - 2 ആകുമ്പോൾ വാല്യൂ എന്തായിട്ട് മാറും, അൺഡിഫൈൻഡ് ആയിട്ട് മാറും. ഓക്കെ, സോ Z ഈസ് ഈക്വൽ ടു 2 ഈസ് എ സിംഗുലർ പോയിന്റ് എന്ന് പറയാം. ഇറ്റ് ഈസ് എ സിംഗുലർ പോയിന്റ്. ക്ലിയർ ആയല്ലോ, ഇതാണ് ബേസിക്കലി സിംഗുലർ പോയിന്റ് എന്ന് പറഞ്ഞാൽ. ഓക്കെ,
ഇനി നമ്മൾ ഈ സിംഗുലർ പോയിന്റിന് തന്നെ ഒരുപാട് ഡിഫറെൻറ്റ് കാറ്റഗറീസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതിലേക്കാണ് ഇനി കടക്കാൻ പോകുന്നത്. ബേസിക് ആയിട്ടുള്ള ഒരു സ്പ്ലിറ്റിംഗ് എന്ന് പറഞ്ഞാൽ ഐസൊലേറ്റഡ് സിംഗുലർ പോയിന്റും നോൺ ഐസൊലേറ്റഡ് സിംഗുലർ പോയിന്റും ആണ്. ഓക്കെ, സോ ഐസൊലേറ്റഡ് സിംഗുലർ പോയിന്റ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നമ്മളടുത്തൊരു ഫംഗ്ഷൻ ഉണ്ടെന്ന് വിചാരിക്കാം. ഇപ്പോൾ 1/z² പ്ലസ് 3z 1/z² മൈനസ് 4z പ്ലസ് 3 = എന്നുള്ളതാണ് നമ്മൾ f(z) എന്ന് വിചാരിക്കാം. ഓക്കെ, സോ ഈ ഫംഗ്ഷൻ എനിക്ക് എങ്ങനെ ഏതാ ഇതിൽ സിംഗുലർ പോയിന്റ് എങ്ങനെ കണ്ടുപിടിക്കുക? നമ്മൾ ആദ്യം അടിയത്തെ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ സോൾവ് ചെയ്യണം. സോ ഈ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ സോൾവ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ സമ്മ് -4 കിട്ടണം, പ്രൊഡക്റ്റ് 3 വരണം. അപ്പോൾ -1 -3 വരിക. 1/z-1 ഇൻറ്റു 1/z-3 എന്ന് കിട്ടും. ഇതാണ് ഈ ഫംഗ്ഷനെ നമ്മൾ വേറെ രീതിയിൽ എഴുതിയാൽ കിട്ടുക. അപ്പോൾ ഇതിന് സിംഗുലർ പോയിന്റ് ഉണ്ടെന്ന് മനസ്സിലായി. കാരണം എന്താ, ഈ ഫംഗ്ഷൻ എവിടെയൊക്കെയോ ഒക്കെ ഡിഫൈൻ ആവാത്തുണ്ട്, അല്ലെങ്കിൽ അനലിറ്റിക് ആവാത്ത സ്ഥലങ്ങളുണ്ട്. ഓക്കെ, നോൺ അനലിറ്റിക് ആവുന്ന പ്ലേസുകളുണ്ട്. സോ ഒരു പോയിന്റ് എന്താണ്, z=1 ആണ്. അത് നമുക്ക് ഓൾറെഡി അറിയാം, z=1 ആണ്. വേറെ പോയിന്റ് എന്താ, z=3 ആണ്. സോ ഈ രണ്ട് പോയിന്റ് എന്താണ്, ഡിഫൈൻഡ് ആയിട്ട് നമുക്ക് പറയാൻ പറ്റും. ഈ രണ്ട് പോയിന്റ് സിംഗുലർ പോയിന്റ് ആണ്. ഓക്കെ, ഇനി നമ്മൾ ഐസൊലേറ്റഡ് സിംഗുലർ പോയിന്റ് ആണെന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ എപ്പോഴാണ് ഒരു ഇതിന് ഐസൊലേറ്റഡ് ആണെന്ന് പറയാം? അപ്പോൾ നമ്മൾ എന്താ പറയുക, എന്തെങ്കിലും ഒരു എന്താ പറയുക, ഒരു ഇപ്പോൾ കൊറോണൻ്റെ കേസ് തന്നെ എടുക്കുക. കൊറോണയുടെ കേസിൽ ഐസൊലേഷൻ വാർഡ് ഉണ്ടാവും. ഐസൊലേഷൻ വാർഡ് എന്ന് പറഞ്ഞാൽ എന്താ, അവിടെ ആ പേഷ്യൻറ്റ് മാത്രമേ ഉണ്ടാവുള്ളൂ. അതുപോലെ തന്നെ ഐസൊലേറ്റഡ് സിംഗുലർ പോയിന്റ് എന്ന് പറഞ്ഞാൽ ആ സിംഗുലർ പോയിന്റിൻ്റെ അടുത്ത് വേറെ ഒരാളും ഉണ്ടാവില്ല. ആ സിംഗുലർ പോയിന്റ് മാത്രമേ ഉണ്ടാവുള്ളൂ. ഓക്കെ, ആ സിംഗുലർ പോയിന്റിൻ്റെ അടുത്ത് വേറെ ഒരു സിംഗുലർ പോയിന്റും ഇല്ല എന്നുണ്ടെങ്കിൽ അതിനെയാണ് നമ്മൾ ഐസൊലേറ്റഡ് സിംഗുലർ പോയിന്റ് എന്ന് പറയാം. ഈ കേസിലാണെന്നുണ്ടെങ്കിൽ z=1 ഇവിടെ ഉണ്ട്. ഓക്കെ, സോ z=1 എന്നുള്ളൊരു ഗ്രാഫ് നമ്മൾ വരയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ നമ്മളൊരു ഗ്രാഫ് വരയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഗ്രാഫിൽ z=1 എന്നുള്ളൊരു പോയിന്റ് ഇവിടെ ഉണ്ട്. ഈ z=1 എന്നുള്ളതിൻ്റെ നൈബറിങ് ആയിട്ടുള്ള പോയിന്റിലൊന്നും ആരില്ല, ഒരു സിംഗുലർ പോയിന്റും ഇല്ല. ഓക്കെ, സോ ഇത് z=1 ആണ്. ഇനി കുറച്ചപ്പുറത്ത് ആരുണ്ട്, z=3 എന്നുള്ളൊരു പോയിന്റ് ഇവിടെ ഉണ്ട്. ഓക്കെ, ഈ z=3 എന്നുള്ള പോയിന്റ് എന്താണ്, അനദർ സിംഗുലർ പോയിന്റ് ആണ്. പക്ഷെ അത് രണ്ടും നിയർ ബൈ പോയിന്റ്സ് ഒന്നല്ല. നിയർ ബൈ പോയിന്റ്സ് നമ്മൾ പറയുന്നത് ഏത് സ്പേസിലാണെന്ന് വെച്ചാൽ നമ്മൾ ലിമിറ്റ് ഒക്കെ പറയുമ്പോൾ സാധാരണ എന്താ പറയാറുണ്ട്, ലിമിറ്റ് a→0 എന്ന് പറഞ്ഞാൽ എന്താണ്, ലിമിറ്റ് a+ഉം a-ഉം. a+ഉം a-ൻ്റെ പ്രത്യേകത എന്താ, എൻ്റെ തൊട്ടടുത്തുള്ള വാല്യൂ എത്രത്തോളം അടുത്ത് പറയാൻ പറ്റുമോ അത്രത്തോളം അടുത്താണ്. അപ്പോൾ തൊട്ടടുത്ത് ഒരുപാട് സിംഗുലർ പോയിന്റ് ഉണ്ട് എന്നുണ്ടെങ്കിൽ അതിന് നമ്മൾ ഐസൊലേറ്റഡ് എന്നല്ല പറയാം, അതിനെന്തായിരിക്കും പറയാം, നോൺ ഐസൊലേറ്റഡ് എന്നായിരിക്കും പറയുന്നുണ്ടാവുക. ഇവിടുത്തെ കേസിൽ z=1 ഈസ് ആൻ ഐസൊലേറ്റഡ് സിംഗുലർ പോയിന്റ്, z=3 ഈസ് ഓൾസോ ആൻ ഐസൊലേറ്റഡ് സിംഗുലർ പോയിന്റ്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് സംശയം ഉണ്ടാവും എന്താണ് നോൺ ഐസൊലേറ്റഡ് സിംഗുലർ പോയിന്റ് എന്നുള്ളത്. ഓക്കെ, അത് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്ത് തരാം. സോ നമ്മൾ അടുത്തൊരു എക്സാമ്പിൾ എടുക്കാൻ പോവാണ്. നോൺ ഐസൊലേറ്റഡ് സിംഗുലർ പോയിന്റിൻ്റെ ഒരു എക്സാമ്പിൾ എടുക്കാൻ പോവാണ്. സോ നോൺ ഐസൊലേറ്റഡ് സിംഗുലർ പോയിന്റിന് സപ്പോസ് ഞാൻ എടുക്കുന്ന ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ f(z) വിൽ ബി ഈക്വൽ ടു 1/sin π/z എന്ന് എടുക്കുകയാണെന്ന് വിചാരിക്കാം. ഇറ്റ് ഈസ് എ ഫംഗ്ഷൻ ഓഫ് z ആണ്, ഒരു കോംപ്ലക്സ് ഫംഗ്ഷൻ ആണ്. 1/sin π/z എന്ന് എടുത്തു. ഇതെപ്പോഴാണ് അൺഡിഫൈൻഡ് ആവുക? അൺഡിഫൈൻഡ് ആവണമെന്നുണ്ടെങ്കിൽ ഡിനോമിനേറ്ററിലുള്ള ആൾ 0 ആവണം. ഡിനോമിനേറ്ററിലുള്ള ആൾ എന്ന് പറഞ്ഞാൽ sin π/z ആണ്. sin π/z 0 ആവുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ മീനിങ് എന്താ, sin π/z വാല്യൂ എന്തായി മാറണം, sin π/z വാല്യൂ 0 ആവണം, വിച്ച് ഇംപ്ലൈസ് ദാറ്റ് അതിൻ്റെ മീനിങ് എന്താണ്, π/z എന്തായി മാറണം, nπ ആയി മാറണം. ഓക്കെ, സോ പൈയും കട്ട് ചെയ്ത് പോവാം. പൈയും കട്ട് ചെയ്ത് പോയാൽ എനിക്ക് ഫൈനലി എന്ത് കിട്ടും, z=1/n എന്നുള്ള പോയിന്റ് എന്ന് കിട്ടും. z=1/n ഒന്നും എന്തല്ല, അൺഡിഫൈൻഡ് ആണ്. ഓക്കെ, സോ ഈ z=1/n ഇത് അൺഡിഫൈൻഡ് ആണെന്ന് മനസ്സിലായി. ഈ z=1/n എന്ന് പറഞ്ഞാൽ ഏതൊക്കെ പോയിന്റ്സ് അതിൽ വരിക, z=1/n എന്ന് പറഞ്ഞാൽ z= ഫസ്റ്റ് പോയിന്റ് ആരാ വരിക, n-ന് 1 കൊടുത്താൽ 1 വരും. രണ്ടാമത്തെ പോയിന്റ് ആരാ വരിക, n-ന് 2 കൊടുത്താൽ 1/2 വരും. n-ന് 3 കൊടുത്താൽ 1/3 വരും. 1/4 വരും. അടുത്തത് 1/5 വരും. അടുത്ത 1/6 വരും. അടുത്തത് 1/7 വരും, എക്സെട്രാ എന്ന് പറഞ്ഞിങ്ങനെ പോകും. അപ്പോൾ നമ്മൾ നമ്പർ ലൈൻ റെപ്രസെൻറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിലോ, നമ്മളെ നമ്പർ ലൈൻ ഇവിടെ ഉണ്ടെന്ന് വിചാരിക്കുക. ഈ നമ്പർ ലൈനിൽ ഒരു പോയിന്റ് സപ്പോസ് 0 ഒരു പോയിന്റ് 0 ഇവിടെ ഉണ്ടെന്ന് വിചാരിക്കുക. ഇത് 0 ആണെന്ന് വിചാരിക്കുക. 0 എന്നുള്ള പോയിന്റ് ഇവിടെ 1 എന്നുള്ളൊരു പോയിന്റ് ഇവിടെ ഉണ്ടെന്ന് വിചാരിക്കുക. സോ ദിസ് വിൽ ബി 1. സോ ആദ്യത്തെ പോയിന്റ് നമ്മളുടെ ഏതാ, സിംഗുലർ പോയിന്റ് ഞാൻ അങ്ങനെ അടയാളപ്പെടുത്തി വരികയാണ് കേട്ടോ. ആദ്യത്തെ പോയിന്റ് ഏതാ, 1 ആണ്. ഓക്കെ, ഒരു സിംഗുലർ പോയിന്റ് ആയി. രണ്ടാമത്തെ പോയിന്റ് ഏതാ,
1/2 അത് ഏകദേശം ഇവിടെ വരും അല്ലേ. അടുത്ത പോയിന്റ് ഏതാ 1/3 എന്ന് പറയുമ്പോൾ ഇവിടെ വരും. അടുത്ത പോയിന്റ് ഏതാ 1/4 എന്ന് പറയുമ്പോൾ ഇവിടെ വരും. 1/5 എന്ന് പറയുമ്പോൾ ഈ പോയിന്റ് വരും. 1/6 എന്ന് പറയുമ്പോൾ കുറച്ചുകൂടി ഇപ്പുറത്ത് വരും. ഇങ്ങനെ ഓരോ സമയത്ത് ഇതിൻ്റെ വാല്യൂ ഇങ്ങനെ പോകുന്തോറും ഇത് സീറോയിലേക്ക് ഇങ്ങനെ അടുത്തടുത്ത് വരികയാണ്. ഓക്കെ, അപ്പോൾ സീറോൻ്റെ അടുത്ത് എത്ര സിംഗുലർ പോയിന്റ് ഉണ്ടാവും? ഒരുപാട് സിംഗുലർ പോയിന്റ്സ് ഉണ്ടാവും. കാരണം അത് ഈ സീരീസ് ഇങ്ങനെ പോയി അവസാനം 1/∞ വരാനുണ്ട്. 1/∞ എന്ന് പറഞ്ഞ വാല്യൂ ഏതാണ്? 1/0 ആണ്. 1/∞ എന്ന് പറഞ്ഞ വാല്യൂ 0 ആണ്. അപ്പോൾ 1 മുതൽ 0 വരെ ഇതിൽ ഒരുപാട് ഇൻഫിനിറ്റ് നമ്പർ ഓഫ് സിംഗുലർ പോയിന്റ്സ് ഉണ്ട്. അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുക? നോൺ ഐസൊലേറ്റഡ് സിംഗുലർ പോയിന്റ് എന്ന് പറയാം. ആ കാരണം എന്താണ്? അവർ ഐസൊലേഷൻ വാർഡിലൊന്നല്ല, അവിടെ ഒരുപാട് സിംഗുലർ പോയിന്റ്സ് ഉണ്ട്. ഓക്കെ, സോ ആ കേസിലാണ് നമ്മൾ നോൺ ഐസൊലേറ്റഡ് സിംഗുലർ പോയിന്റ് എന്ന് പറയുന്നുണ്ടാവുക. ക്ലിയർ ആയല്ലോ? അതാണ് നമ്മൾ ആ കാര്യത്തിൽ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് എന്നർത്ഥം. ഇനി നമ്മൾ അടുത്തൊരു ഏരിയയിലേക്ക് പോവാണ്. അടുത്താണ് പോൾ ഓഫ് ഓർഡർ എന്നുള്ളത്. സോ നമുക്കൊരു ഫംഗ്ഷൻ ഉണ്ടെന്ന് വിചാരിക്കുക. നമ്മളെ ഫംഗ്ഷൻ സപ്പോസ് f(z) എന്നുള്ളൊരു ഫംഗ്ഷൻ ഉണ്ട്. അതിനൊരു ഐസൊലേറ്റഡ് സിംഗുലർ പോയിന്റ് ഉണ്ട് അറ്റ് z = a എന്ത് ചെയ്യുന്നുണ്ട്? ഐസൊലേറ്റഡ് സിംഗുലർ പോയിന്റ് ഉണ്ട് എന്ന് വിചാരിക്കാം. ഓക്കെ, സോ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ പോൾ ഓഫ് ഓർഡർ എം എന്ന് പറഞ്ഞാൽ പോൾ ഓഫ് ഓർഡർ എം ഓഫ് ദ ഫംഗ്ഷൻ f(z) പോൾ എന്ന് പറഞ്ഞാൽ ആ ഫംഗ്ഷനെ തന്നെയാണ് പറയുക. പോൾ ഓഫ് ഓർഡർ എം ഓഫ് ദ ഫംഗ്ഷൻ f(z) m = 1 ആകുന്ന സമയത്ത് അതിനാണ് നമ്മൾ എന്തെന്ന് പറയുക? സിമ്പിൾ പോൾ എന്ന് പറയുന്നുണ്ടാവുക. ഓക്കെ, സിമ്പിൾ പോൾ എന്ന് പറയുന്നുണ്ടാവുക. അതായത് 1/z - a the whole raised to m ആണ് നമ്മൾ എടുത്തുള്ളത്. ഓക്കെ, ഈ ഇക്വേഷനിലാണ് നമ്മളിപ്പോൾ z = a ഇത് അൺഡിഫൈൻഡ് ആണ്. ഓക്കെ, ഇപ്പോൾ 1/z - 2 എന്താണ്? അറ്റ് z = 2 അൺഡിഫൈൻഡ് ആണ്. 1/z - 2 the whole square എന്താണ്? അറ്റ് z = 2 അൺഡിഫൈൻഡ് ആണ്. 1/z - 3 the whole square അതും എന്താണ്? അൺഡിഫൈൻഡ് ആണ്. ഓക്കെ, അപ്പോൾ നമ്മളിതിനെ 1/z - 2 the whole cube 1/z - 2 the whole cube വരും. ഈ പോയിന്റിലൊക്കെ ഇത് അൺഡിഫൈൻഡ് ആണ്. അപ്പോൾ ഇതിനൊരു ഡിസ്ക്രിമിനേഷൻ വരണം, അതായത് ഇതിനൊരു ഡിഫറൻസ് വരണം. അതിനാണ് നമ്മൾ എന്ത് പറയുന്നത്? ഈ എമ്മിൻ്റെ വാല്യൂവിനനുസരിച്ച് ഈ പോളിൻ്റെ ഓർഡർ മാറിക്കൊണ്ടിരിക്കും. ഓക്കെ, ഈ സിംഗുലർ പോയിന്റിന് തന്നെ ഓർഡർ മാറിക്കൊണ്ടിരിക്കും. സോ ഇവിടെ ഇവിടെ എമ്മിൻ്റെ വാല്യൂ എന്താണ്? 1 ആണ്. അപ്പോൾ നമ്മൾ അതിനെ സിമ്പിൾ പോൾ എന്ന് പറയും. m = 1 ആണെന്ന് പറഞ്ഞാൽ സിമ്പിൾ പോളാണ്. ഇനി ഇതിൻ്റെ വാല്യൂ m = 2 ആണ്. m = 2 ആണെന്നുണ്ടെങ്കിൽ അതിനെ നമ്മളെന്താ നമ്മൾ പറയുക? m = 2 ആണെന്നുണ്ടെങ്കിൽ പോൾ ഓഫ് ഓർഡർ 2 എന്ന് പറയും. പോൾ ഓഫ് ഓർഡർ 2 എന്ന് പറയും. പോൾ ഓഫ് ഓർഡർ 2 ആൻഡ് ദിസ് വണ്ണോ m = 3 ആണെന്നുണ്ടെങ്കിലോ പോൾ ഓഫ് ഓർഡർ 3 എന്ന് പറയും. പോൾ ഓഫ് ഓർഡർ 3 എന്ന് പറയും. ഓക്കെ, സോ ഈ രൂപത്തിലാണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുക? അതിനെ സ്പ്ലിറ്റപ്പ് ചെയ്യാൻ പറ്റുക. അങ്ങനെയാണ് പോൾ ഓഫ് ഓർഡർ എന്നുള്ള കൺസെപ്റ്റ് വരുന്നത് എന്ന് മനസ്സിലാക്കുക. നൗ ഡെഫിനിഷൻ ഓഫ് എ റെസിഡ്യൂ അറ്റ് എ പോൾ എന്നുള്ളതാണ് അടുത്ത് നമുക്ക് നോക്കാനുള്ളത്. സോ റെസിഡ്യൂ എന്ന് പറഞ്ഞാൽ നമ്മൾ ആ ഒരു കറസ്പോണ്ടിങ് z = a ഒരു പോൾ ഉണ്ടെന്ന് വിചാരിക്കുക. z = a എന്നുള്ള ഒരു ഇതിൽ ഒരു പോൾ ഉണ്ടെന്ന് വിചാരിക്കുക. സോ f(z) എന്നുള്ള ഫംഗ്ഷനാണ് അവിടെ ഉള്ളത്. ആ f(z) എന്നുള്ള ഫംഗ്ഷന് ഒരു C1 സർക്കിളിന് കറസ്പോണ്ടിങ് ആയിട്ട് വരുന്ന ഒരു ഏരിയയിലാണെന്നുണ്ടെങ്കിൽ ആ ഏരിയനെ കണ്ടുപിടിക്കുന്ന മെത്തഡോളജിനെയാണ് നമ്മൾ എന്തെന്ന് പറയുക? റെസിഡ്യൂ എന്ന് പറയുന്നുണ്ടാവുക. സോ ഒരു നോൺ അനലിറ്റിക് ആയ ഒരു ഫംഗ്ഷൻ ഉണ്ടെന്നുണ്ടെങ്കിൽ ആ നോൺ അനലിറ്റിക് ഫംഗ്ഷന് സ്വാഭാവികമായിട്ട് എന്തുണ്ടാവും? ഒരു സിംഗുലർ പോയിന്റ് ഉണ്ടാവും. ഓക്കെ, സോ ആ സിംഗുലർ പോയിന്റിൽ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? ഡയറക്റ്റ്ലി അത് ഇൻ്റഗ്രേറ്റ് ചെയ്യാൻ പറ്റില്ല. സോ ആ സിംഗുലർ പോയിന്റിന് ചുറ്റും നമ്മളൊരു യൂണിറ്റ് സർക്കിൾ അല്ലെങ്കിൽ ഒരു പെർട്ടിക്കുലർ ഏരിയ കൺസിഡർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആ ഏരിയയിലെ കറസ്പോണ്ടിങ് വാല്യൂ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും വരുന്നുണ്ടാവുക? കറസ്പോണ്ടിങ്ലി അതിൻ്റെ റെസിഡ്യൂവിൻ്റെ വാല്യൂ ആയിരിക്കും ഇൻ്റഗ്രൽ വാല്യൂ ആയിട്ട് വരുന്നുണ്ടാവുക. അതായത് ബൈ ഡെഫിനിഷൻ അതിൻ്റെ ലോറൻസ് സീരീസ് എക്സ്പാൻഷനൊക്കെ എടുത്തിട്ടാണ് അത് പറയുന്നത്. സോ ഫൈനലി നമുക്ക് അതിൻ്റെ ഡെറിവേഷനിൽ b1 = 1/2πi ഇൻറ്റു ക്ലോസ്ഡ് ഇൻ്റഗ്രൽ C1 f(z) dz എന്ന് കിട്ടും. സോ റെസിഡ്യൂ അറ്റ് z = a = b1 എന്ന് കിട്ടും. ഓക്കെ, സോ ഇതിനെയാണ് നമ്മൾ റെസിഡ്യൂ എന്ന് പറയുന്നുണ്ടാവുക. ഈ ഒരു ഇക്വേഷനെയാണ് നമ്മൾ എന്തെന്ന് പറയാം? റെസിഡ്യൂ എന്ന് പറയുന്നുണ്ടാവുക. സോ ആ ഇക്വേഷൻ ജസ്റ്റ് ഒന്ന് ഓർത്ത് വെക്കണം. നമ്മൾ കോംപ്ലക്സ് ഇൻ്റഗ്രേഷൻ നമ്മൾ നെക്സ്റ്റ് സീരീസിൽ ചെയ്യുന്നുണ്ടാവും. അപ്പോൾ കോംപ്ലക്സ് ഇൻ്റഗ്രേഷനിൽ ഈ റെസിഡ്യൂ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, ഇനി നമുക്ക് റെസിഡ്യൂ എങ്ങനെ കാണുക എന്നുള്ളതാണ് അടുത്ത് നോക്കാനുള്ളത്. സോ റെസിഡ്യൂ ഇവാലുവേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒരുപാട് ഡിഫറെൻറ്റ് മെത്തഡോളജീസ് ഉണ്ട്. സോ ആദ്യത്തെ ഒരു മെത്തേഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? സിമ്പിൾ പോൾ ആണെന്നുള്ളതെന്ന് വിചാരിക്കുക. സിമ്പിൾ പോൾ എന്ന് പറഞ്ഞാൽ എന്താ? മറന്നിട്ടില്ലല്ലോ. സിമ്പിൾ പോൾ എന്ന് പറഞ്ഞാൽ എന്താണ്? 1/z - a the whole raised to 1 വരുന്നതാണ്. ഓക്കെ, സോ സിമ്പിൾ പോളിൻ്റെ റെസിഡ്യൂ കാണാനുള്ള ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ റെസിഡ്യൂ ഓഫ് f(z) will be equal to limit z tends to 0
സെഡ് മൈനസ് എ എഫ് ഓഫ് സെഡ് ആയിരിക്കും. ഓക്കെ, സെഡ് മൈനസ് എ എഫ് ഓഫ് സെഡ് ആയിരിക്കും. ഇതാണ് ഒന്നാമത്തെ റൂൾ എന്ന് പറഞ്ഞാൽ. ഇതുപോലെ അടുത്തുള്ള റെസിഡ്യൂ അറ്റ് സെഡ് മൈനസ് എ ഇസ് റെസിഡ്യൂ ഓഫ് എഫ് ഓഫ് സെഡ് വിൽ ബി ഈക്വൽ ടു അറ്റ് സെഡ് ഈസ് ഈക്വൽ ടു എയിൽ വേറൊരു മെത്തേഡ് എന്ന് പറഞ്ഞാൽ ഫൈ ഓഫ് എ ഡിവൈഡഡ് ബൈ സൈ ഡാഷ് ഓഫ് എ എന്നുള്ളതാണ്. ഓക്കെ, സോ നമുക്കൊരു ഫംഗ്ഷൻ തരികയാണ്. നമ്മളെ ഫംഗ്ഷന് എഫ് ഓഫ് സെഡ് എന്ന് പറഞ്ഞാൽ സപ്പോസ് ഫൈ ഓഫ് സെഡ് ഡിവൈഡഡ് ബൈ സൈ ഓഫ് സെഡ് ആണെന്ന് വിചാരിക്കുക. അതിൻ്റെ റെസിഡ്യൂ എന്ന് പറഞ്ഞാൽ എന്താ വരുന്നുണ്ടാവുക? ഫൈ ഓഫ് സെഡ് ഡിവൈഡഡ് ബൈ സൈ ഡാഷ് ഓഫ് സെഡ്, ഫൈ ഓഫ് എ ഡിവൈഡഡ് ബൈ സൈ ഡാഷ് ഓഫ് എ എന്നുള്ള രൂപത്തിലാണ് അതിൻ്റെ റെസിഡ്യൂ വരിക. ഇനി നമ്മൾ റെസിഡ്യൂ ഓഫ് ഗ്രേറ്റർ ദാൻ 2 വരുന്ന പോൾ, ഇത് സിമ്പിൾ പോൾ ആകുമ്പോഴാണ് നമ്മൾ പറഞ്ഞിട്ടുള്ളത്. ഗ്രേറ്റർ ദാൻ 2 ഓർഡർ എന്നിൻ്റെ വരികയാണെന്നുണ്ടെങ്കിൽ റെസിഡ്യൂ വിൽ ബി ഈക്വൽ ടു 1/n-1 ദ ഹോൾ ഫാക്ടോറിയൽ ഇൻറ്റു d raised to n-1 divided by dz raised to n-1 into z minus a the whole raised to n f of z ചെയ്യേണ്ടി വരും. ഓക്കെ, ഇത് സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? നമ്മളെ റെസിഡ്യൂ ഇവാലുവേറ്റ് ചെയ്യാൻ പറ്റും. സോ സിമ്പിൾ പോളിന് ഒന്നും കൂടി ഈസിയാണ്, അല്ലാത്ത സമയത്ത് നമുക്ക് എന്ത് ചെയ്യാം? ഇതിനെ ഈസി ആയിട്ട് സോൾവ് ചെയ്യാൻ പറ്റും എന്നർത്ഥം. ഇനി ഇതല്ലാതെ ഒരുപാട് മെത്തേഡ് ഉണ്ട്. ലോറൻസ് സീരീസ് കണ്ടുപിടിക്കുക. ലോറൻസ് സീരീസ് എന്ന് പറഞ്ഞാൽ z raised to 0, z raised to 1 പ്ലസ് സെഡ് സ്ക്വയർ, ഇങ്ങനെ ഒരു സീരീസ് ആക്കി എഴുതുക. അതുപോലെ അതിൽ ആരൊക്കെ ഉണ്ടാവും? സെഡ് ഇൻവേഴ്സ് പ്ലസ് സെഡ് റേസ്റ്റ് -2 പ്ലസ് എക്സെട്ര, ഈ ടേംസ് ഒക്കെ അതിലുണ്ടാവും. ഓക്കെ, സോ ആ സെഡ് ഇൻവേഴ്സിൻ്റെ കോഎഫിഷ്യൻ്റ് ആരാണോ അതായിരിക്കും അടുത്ത റെസിഡ്യൂ ആയിട്ട് വരുന്നുണ്ടാവുക. സെഡ് ഇൻവേഴ്സിൻ്റെ കോഎഫിഷ്യൻ്റ്, സെഡ് ഇൻവേഴ്സ് എന്ന് പറഞ്ഞാൽ 1/z ആണ്. ഈ 1/zൻ്റെ കോഎഫിഷ്യൻ്റ് ആരാണോ അതായിരിക്കും എന്ത് അവിടുത്തെ റെസിഡ്യൂ എന്ന് പറഞ്ഞാൽ. ഇങ്ങനെയാണ് നമ്മൾ ലോറൻസ് സീരീസ് എന്ന് കണ്ടുപിടിക്കുക. ഓക്കെ, ഏതായാലും നമുക്ക് കുറച്ച് സെറ്റ് ഓഫ് പ്രോബ്ലംസ് ചെയ്ത് നോക്കാം. അപ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യും? ഒന്നും കൂടി ഒരു ക്ലാരിറ്റി ഇതിനെപ്പറ്റി കിട്ടും എന്നർത്ഥം. ഓക്കെ, സോ ആദ്യത്തെ പ്രോബ്ലം എന്ന് പറയുന്നത് ഫൈൻഡ് സിംഗുലർ പോയിന്റ് നേച്ചർ ഓഫ് എഫ് ഓഫ് സെഡ് ഇസ് ഈക്വൽ ടു 1/z-1 ആണ് ഇവാലുവേറ്റ് ചെയ്യേണ്ടത്. സോ 1/z-1ൻ്റെ സിംഗുലർ പോയിന്റ് ഏത് നേച്ചർ ആണെന്നുള്ളതാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. സോ 1/z-1 എന്ന് പറഞ്ഞാൽ സൈൻ 1/z-1 ആണുള്ളത്. അപ്പോൾ ആദ്യം നമുക്ക് സൈൻ എക്സ് സീരീസ് അറിയാം. സൈൻ എക്സ് സീരീസ് എന്താ? x minus x cube by 3 factorial plus x raised to 5 by 5 factorial minus etc എന്ന് പറഞ്ഞ് പോകുന്നുണ്ടാവും. അപ്പോൾ ഇവിടെ 1/z-1 ആണുള്ളത്. അപ്പോൾ 1/z-1 വരുമ്പോൾ ഇവിടെ വാല്യൂ എന്താ വരിക? 1/z-1 മൈനസ് 1/3 ഫാക്ടോറിയൽ ഇൻറ്റു 1/z-1 ദ ഹോൾ ക്യൂബ് വരും. ദെൻ പ്ലസ് 1/5 ഫാക്ടോറിയൽ ഇൻറ്റു 1/z-1 ദ ഹോൾ റൈസ് ടു 5 വരും. ഇങ്ങനെയാണ് ഈ സീരീസ് പോകുന്നുണ്ടാവുക. ഓക്കെ, സോ നമുക്ക് എന്ത് ഉണ്ടാവും? ഇവിടെ ഒരുപാട് ടേം ഇവിടെ സിംഗുലർ പോയിന്റ്സ് ആയിട്ട് വരുന്നുണ്ടാവും. നെഗറ്റീവ് പവർ ഓഫ് z-1 ഒരുപാട് ടേം ഇവിടെ വരുന്നുണ്ട്. 1/z-1 വരുന്നുണ്ട്, 1/z-1 ഹോൾ ക്യൂബ് വരുന്നുണ്ട്, 1/z-1 ഹോൾ റേസ് ടു 5 വരുന്നുണ്ട്. സോ ഇതെന്തായിരിക്കും? ഇതിനൊരിക്കലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? റിമൂവ് ചെയ്യാൻ പറ്റില്ല. റിമൂവ് ചെയ്യാൻ പറ്റാത്ത സിംഗുലർ പോയിന്റിനാണ് നമ്മൾ എസെൻഷ്യൽ സിംഗുലർ പോയിന്റ് എന്ന് പറയാം. ചില സിംഗുലർ പോയിന്റ് നമുക്ക് റിമൂവ് ചെയ്യാൻ പറ്റും. ഓക്കെ, അത് ഞാൻ ചില പ്രോബ്ലത്തിൽ അതിൻ്റെ ഡീറ്റെയിൽസ് മെൻഷൻ ചെയ്യാം. സോ ഇതെന്തായാലും എന്താണ്? ഒരു എസെൻഷ്യൽ സിംഗുലർ പോയിന്റ് ആണെന്ന് മനസ്സിലാക്കാം. ഓക്കെ, ഇനി ഇവിടെ 1/z-1 ഉണ്ട്. ഈ 1/z-1 ഇതെന്താണ്? 1/z-1 എന്നുള്ള വാല്യൂ ഇതെന്താണ്? ഐസൊലേറ്റഡ് സിംഗുലർ പോയിന്റ് ആണ്. കാരണം 1/z-1 എന്നുള്ള ടേമാണ് എല്ലാത്തിലും വരുന്നത്. എല്ലാ ടേമും 0 ആവണമെന്നുണ്ടെങ്കിൽ എന്താവണം? z=1 ഈ എല്ലാ ടേമും 0 ആണ്, അൺഡിഫൈൻഡ് ആണ്. അപ്പോൾ അറ്റ് z=1 എന്താണ്? ഐസൊലേറ്റഡ് സിംഗുലർ പോയിന്റ് ആണ്, നോൺ ഐസൊലേറ്റഡ് അല്ല. ഓക്കെ, സോ എസെൻഷ്യൽ ആൻഡ് ഐസൊലേറ്റഡ് സിംഗുലർ പോയിന്റ് എന്നാണ് ആൻസർ വരിക. സോ നമുക്ക് അതിൻ്റെ നേച്ചർ ഏകദേശം നിങ്ങൾക്ക് കുറച്ച് സെറ്റ് ഓഫ് പ്രോബ്ലംസ് ചെയ്യുമ്പോൾ അതിൻ്റെ നേച്ചർ ഏകദേശം നിങ്ങൾക്ക് എന്ത് ചെയ്യും? ക്ലിയർ ആയിട്ട് മനസ്സിലാകും എന്നർത്ഥം. ഓക്കെ, നമ്മൾ അടുത്തൊരു പ്രോബ്ലം ചെയ്ത് നോക്കാം. അടുത്ത പ്രോബ്ലത്തിൽ കുറച്ചുകൂടി ഈസി ആയിട്ടുള്ള പ്രോബ്ലം ആണ്. z² ഡിവൈഡ് ബൈ z² പ്ലസ് 1 ദ ഹോൾ സ്ക്വയർ ഇൻറ്റു z-1 പോൾസ് ആർ z=1 i മൈനസ് i. ഫൈൻഡ് ഓർഡർ ഓഫ് ദ പോൾസ് റെസ്പെക്റ്റീവ്ലി. ഇവിടെ ഒരുപാട് പോൾസ് ഏതാണെന്ന് അവർ പറഞ്ഞു തന്നിട്ടുണ്ട്. ഒന്ന് z=1 ഒരു പോൾ ഉണ്ട്. കാരണം എന്താ? നമ്മൾ ഈ ഫംഗ്ഷൻ ഒന്ന് നോക്കി, z² ഡിവൈഡഡ് ബൈ z² പ്ലസ് 1 ദ ഹോൾ സ്ക്വയർ ഇൻറ്റു z-1 ആണ് ഇവിടെ ഉള്ളത്. ഓക്കെ, സോ ഒന്നാമത്തെ പോൾ ആരാണ്? z=1 ആവണം, അവിടെ പറഞ്ഞിട്ടുണ്ട്. രണ്ടാമത്തെ z² പ്ലസ് 1 എന്നുള്ളത് എന്തായിട്ട് മാറണം? z² പ്ലസ് 1 എന്നുള്ളത് 0 ആയിട്ട് മാറണം. സോ z² പ്ലസ് 1 0 എന്ന് പറഞ്ഞാൽ അതിൻ്റെ മീനിങ് എന്താ? z² -1 വിച്ച് മീൻസ് ദാറ്റ് z പ്ലസ് ഓർ മൈനസ് i വരും. അതാണ് മൈനസ് i പ്ലസ് i ഇവിടെ വന്നിട്ടുള്ളത്. ഓക്കെ, ഇനി നമ്മളോട് കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുള്ളത് എന്താണ്? ഇതിൻ്റെ ഓർഡറാണ്. ഓക്കെ, ഓർഡർ നിങ്ങൾക്ക് തന്നെ ഈസി ആയിട്ട് കണ്ടുപിടിക്കാൻ പറ്റും. കാരണം എന്താ? എങ്ങനെയാണ് നമ്മൾ ഓർഡർ കണ്ടുപിടിക്കുക?
ഇവിടെ z ഈസ് ഈക്വൽ ടു 1 ഉണ്ട്. z ഈസ് ഈക്വൽ ടു 1 എന്നുള്ളത് എന്താണ്? z മൈനസ് എ ദ ഹോൾ റൈസ് ടു 1 എന്നുള്ള ടൈപ്പ് പ്രോബ്ലം ആണ്. അപ്പം 1ൻ്റെ ഓർഡർ എന്താണ്? m ഈസ് ഈക്വൽ ടു 1 ആകുമ്പോഴാണ്. അപ്പോൾ 1 എന്നുള്ള z ഈസ് ഈക്വൽ ടു 1 എന്നുള്ള നമ്പറിൻ്റെ ആ ഒരു സിംഗുലർ പോയിന്റിൻ്റെ പോളിൻ്റെ ഓർഡർ എന്താണ്? 1 ആണ്. ഓക്കെ. ഇനി z പ്ലസ് ഓർ മൈനസ് i വരുന്ന കേസിലോ, പ്ലസ് ഓർ മൈനസ് i വരികയാണെന്നുണ്ടെങ്കിൽ z ഈസ് ഈക്വൽ ടു പ്ലസ് ഓർ മൈനസ് i വരികയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യും? ഇവിടെ പ്ലസ് ഓർ മൈനസ് i ഇവിടെ കൊടുക്കുന്ന സമയത്ത് ഇവിടെ സ്ക്വയർ ആണ് വരുന്നത്. അപ്പോൾ അതിൻ്റെ ഓർഡർ എത്രയാണ്? 2 ആണ് അതിൻ്റെ ഓർഡർ വരിക. ഓക്കെ. അതായത് ഇപ്പോൾ z ഈസ് ഈക്വൽ ടു ഇവിടെ i കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ i സ്ക്വയർ മൈനസ് 1 പ്ലസ് 1 ദ ഹോൾ സ്ക്വയർ ആണ് വരുന്നത്. ഓക്കെ. അപ്പോൾ ഇറ്റ് ഈസ് എ പോൾ ഓഫ് ഓർഡർ 2 എന്ന് കിട്ടും. ഓക്കെ. അപ്പോൾ റെസ്പെക്റ്റീവ്ലി ആണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ 1ൻ്റെ പോൾ എത്രയാണ്? 1 ആണ്. ഓക്കെ. 1ൻ്റെ പോൾ 1 ആണ്, ഐൻ്റെ പോൾ 2 ആണ്, മൈനസ് ഐൻ്റെ പോൾ 2 ആണ്. അപ്പോൾ 1 2 2 എന്നുള്ള ആൻസറാണ് കറക്റ്റായിട്ട് വരിക. ഈസി ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. ഇനി അടുത്തൊരു ഒരു പ്രോബ്ലം ചെയ്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഓക്കെ, ദിസ് ഈസ് എ ലിറ്റിൽ ബിറ്റ് ട്രിക്കി. സോ എഫ് ഓഫ് സെറ്റ് ഈസ് ഈക്വൽ ടു z സ്ക്വയർ പ്ലസ് 2z പ്ലസ് 1 ഡിവൈഡഡ് ബൈ z പ്ലസ് 1 ദ ഹോൾ സ്ക്വയർ ഇൻറ്റു ഓൾ റൈസ് ടു 4z മൈനസ് 2 ദ ഹോൾ സ്ക്വയർ. ഫൈൻഡ് ദ ഓർഡർ ഓഫ് പോൾസ് അറ്റ് z ഈസ് ഈക്വൽ ടു -1, z ഈസ് ഈക്വൽ ടു 2. നിങ്ങൾ ഈ ക്വസ്റ്റ്യൻക്ക് ഒന്ന് സൂക്ഷിച്ച് നോക്കി. z ഈസ് ഈക്വൽ ടു -1 ഒരു പോളാണ്. കാരണം എന്താ? ഒരു സിംഗുലർ പോയിന്റ് ആണ്. കാരണം z ഈസ് ഈക്വൽ ടു -1 ഈ ഫസ്റ്റ് ടേമിൽ കൊടുത്താൽ ആ ടേം 0 ആയിട്ട് പോകും. z ഈസ് ഈക്വൽ ടു 2 കൊടുത്തു കഴിഞ്ഞാലോ, 2 കൊടുത്തു കഴിഞ്ഞാൽ z ഈസ് ഈക്വൽ ടു 2 എന്ന് കൊടുത്തു കഴിഞ്ഞാൽ സെക്കൻഡ് ടേമും 0 ആവും. സോ ഡിനോമിനേറ്റർ രണ്ട് കേസിൽ 0 ആണ്. രണ്ടും സിംഗുലർ പോയിന്റ് ആണ്, മനസ്സിലായി. ഇനി അതിൻ്റെ ഓർഡർ ആണ് കണ്ടുപിടിക്കാൻ പറഞ്ഞത്. അതിൻ്റെ ഓർഡർ നമ്മൾ പെട്ടെന്ന് നോക്കുമ്പോൾ നമുക്ക് എന്താ മനസ്സിലാവുക? z ഈസ് ഈക്വൽ ടു -1ൽ 4ഉം z ഈസ് ഈക്വൽ ടു 2ൽ 2 ആണെന്ന് മനസ്സിലാവും. ഓക്കെ. പക്ഷെ അതല്ല വരിക. കാരണം നമുക്ക് ഇതിനെ റെഡ്യൂസ് ചെയ്യാൻ പറ്റും. എങ്ങനെയാണെന്ന് വെച്ചാൽ മുകളിലുള്ള ടേം എങ്ങനെ വന്ന് z സ്ക്വയർ പ്ലസ് 2z പ്ലസ് 1 എന്ന് പറഞ്ഞാൽ ആരാണ്? എഫ് ഓഫ് z ഈസ് ഈക്വൽ ടു മുകളിലുള്ള ടേം എന്ന് പറഞ്ഞാൽ ആക്ച്വലി സൂക്ഷിച്ച് നോക്കിയാൽ മനസ്സിലാവും z പ്ലസ് 1 ദ ഹോൾ സ്ക്വയർ ആണ്. ഓക്കെ. ഡിവൈഡഡ് ബൈ z പ്ലസ് 1 ദ ഹോൾ റൈസ് ടു 4 എന്ന് പറഞ്ഞാൽ ആരാണ്? z പ്ലസ് 1 ഹോൾ സ്ക്വയർ ഇൻറ്റു z പ്ലസ് 1 ഹോൾ സ്ക്വയർ ആണ്. ഓക്കെ. പിന്നെ ആരുണ്ട്? z മൈനസ് 2 ദ ഹോൾ സ്ക്വയർ ഉണ്ട്. ഓക്കെ. സോ ഇതിൽ ഈ രണ്ട് ടേം എന്ത് ചെയ്യും? കട്ട് ചെയ്ത് പോകും. കാരണം രണ്ട് സെയിം ടേം ആണ്. ഓക്കെ. ഇനി ബാക്കി ആരാ അവിടെ ഉള്ളത്? z പ്ലസ് 1 ദ ഹോൾ സ്ക്വയർ ഉണ്ട്, z മൈനസ് 2 ദ ഹോൾ സ്ക്വയർ ഉണ്ട്. അപ്പോൾ ഈ രണ്ടിൻ്റെയും പോൾ എത്രയാണ്? പോൾ ഓഫ് ഓർഡർ എന്താണ്? z ഈസ് ഈക്വൽ ടു -1 എന്നുള്ളത് പോൾ ഓഫ് ഓർഡർ 2 ആണെന്ന് മനസ്സിലാക്കാം. അതുപോലെ z ഈസ് ഈക്വൽ ടു 2 എന്നുള്ളതോ അഗെയിൻ പോൾ ഓഫ് ഓർഡർ 2 ആണെന്ന് മനസ്സിലാക്കാം. സോ 2 2 എന്നുള്ളതാണ് എന്ത് ചെയ്യുക? കറക്റ്റായിട്ട് ആൻസർ വരിക. ഓക്കെ. അതും എന്താ പറയുക, പെട്ടെന്ന് കണ്ടുപിടിക്കാൻ പറ്റുന്ന ഒരു കൈൻഡ് പ്രോബ്ലം ആണ് എന്നർത്ഥം. ഓക്കെ. ഇനി നമുക്ക് അടുത്തൊരു പ്രോബ്ലം ചെയ്ത് നോക്കാം. സോ അടുത്തൊരു പ്രോബ്ലം, ഫൈൻഡ് ദ ഓർഡർ ഓഫ് പോൾ എഫ് ഓഫ് z ഈസ് ഈക്വൽ ടു 1 മൈനസ് കോസ് z ബൈ z ക്യൂബ്. ഓക്കെ. സോ കോസ് z വന്നാൽ കോസും സൈനും വന്നാൽ എന്താണ് ചെയ്യേണ്ടത് നമുക്കറിയാം. കാരണം എന്താ? കോസും സൈനും വന്നാൽ നേരെ നമ്മൾ അതിൻ്റെ സീരീസ് എടുക്കേണ്ടി വരും. ഓക്കെ. സോ ഈ ഒരു ഇതിൻ്റെ സീരീസ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ എഫ് ഓഫ് z വിൽ ബി ഈക്വൽ ടു 1 ബൈ z ക്യൂബിനെ ഞാൻ പുറത്ത് വെച്ചു. 1 മൈനസ് കോസ് z എന്ന് പറഞ്ഞാൽ ആര് വരും? 1 മൈനസ് ഇവിടെ ആരൊക്കെ വരും? 1 മൈനസ് z സ്ക്വയർ ബൈ 2 ഫാക്ടോറിയൽ പ്ലസ് z റൈസ് ടു 4 ബൈ 4 ഫാക്ടോറിയൽ മൈനസ് z റൈസ് ടു 6 ബൈ 6 ഫാക്ടോറിയൽ പ്ലസ് എക്സെട്രാ എന്ന് പറഞ്ഞ് പോകുന്നുണ്ടാവും. ഇതാണ് ആ കോസ് z സീരീസ് എന്ന് പറഞ്ഞാൽ. കോസ് x എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം 1 മൈനസ് x സ്ക്വയർ ബൈ 2 ഫാക്ടോറിയൽ പ്ലസ് x റൈസ് ടു 4 ബൈ 4 ഫാക്ടോറിയൽ പ്ലസ് x റൈസ് ടു മൈനസ് x റൈസ് ടു 6 ബൈ 6 ഫാക്ടോറിയൽ എന്ന് പറഞ്ഞിട്ടാണ് പോകുക. എക്സിന് പകരം ഇവിടെ z വന്നു എന്ന് മാത്രം. ഓക്കെ. ഇനി ഇതിനെ ഞാൻ ഒന്ന് റീഅറേഞ്ച് ചെയ്ത് എഴുതാണെന്നുണ്ടെങ്കിൽ എനിക്ക് അങ്ങനെ എഴുതാൻ പറ്റുക വിച്ച് ഈസ് ഈക്വൽ ടു ഈ 1ഉം 1ഉം കട്ട് ചെയ്ത് പോകും. പിന്നെ ഒരു മൈനസ് ഇവിടെ എല്ലാത്തിനും മൾട്ടിപ്ലൈ ചെയ്യേണ്ടി വരും. സോ 1 ബൈ z ക്യൂബ് ഇൻറ്റു പിന്നെ ആരൊക്കെ ഉണ്ടാവാം? z സ്ക്വയർ ബൈ 2 ഫാക്ടോറിയൽ മൈനസ് z റൈസ് ടു 4 ബൈ 4 ഫാക്ടോറിയൽ പ്ലസ് z റൈസ് ടു 6 ബൈ 6 ഫാക്ടോറിയൽ മൈനസ് എക്സെട്ര എന്ന് പറഞ്ഞ് പോകുന്നുണ്ടാവും. ഇതാണ് ഇവിടെയുള്ള സീരീസ് എന്ന് പറഞ്ഞാൽ. ഇനി z ക്യൂബിനെ ഞാൻ ഉള്ളിലേക്ക് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാലോ, z ക്യൂബിനെ നേരെ ഉള്ളിലേക്ക് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ 1 ബൈ 2 ഫാക്ടോറിയൽ ഇൻറ്റു 1 ബൈ z മൈനസ് z ഡിവൈഡഡ് ബൈ 4 ഫാക്ടോറിയൽ പ്ലസ് z ക്യൂബ് ബൈ 6 ഫാക്ടോറിയൽ മൈനസ് എങ്ങനെ ചെയ്തു പോകും. ഓക്കെ. ഇനി നിങ്ങളൊന്ന് സൂക്ഷിച്ച് നോക്കി. നമ്മൾ ലോറൻസ് സീരീസിന് വെച്ചിട്ട് പോള് കണ്ടുപിടിക്കുന്ന മെത്തേഡ് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിൽ 1 ബൈ z കോയിഫിഷ്യൻ്റ് ആരാണോ അതാണ് അവിടുത്തെ റെസിഡ്യൂ വരിക. അത് തന്നെയാണ് അവിടുത്തെ ആ പോളോ, അത് വെച്ചിട്ടാണ് നമുക്ക് പറയാൻ പറ്റുക. ഓക്കെ. സോ ഇവിടുത്തെ സീരീസ് നോക്കിയാൽ നമുക്ക് മനസ്സിലാവും. ഇപ്പോൾ ഈ ടേമിൽ z ആണുള്ളത്, ഇതിൻ്റെ അപ്പുറത്തുള്ള ടേമിലോ z ക്യൂബ് ആണുള്ളത്. ഇനി അങ്ങോട്ട് പോകുന്തോറും ഹയർ ഓർഡർ ടേംസ് ആയി പോവേ ഉള്ളൂ. ഓക്കെ. സോ ഇവിടെ 1 ബൈ z കോയിഫിഷ്യൻ്റ് വരുന്ന ഒരൊറ്റ ടേം മാത്രമേ ഉള്ളൂ, അഥവാ 1 ബൈ z വരുന്ന ഒരൊറ്റ ടേം മാത്രമേ ഉള്ളൂ. സോ ദിസ് സിംഗുലർ പോയിന്റ് ഈസ് എ ടൈപ്പ് ഓഫ് 1 ബൈ z മൈനസ് എ ദ ഹോൾ റൈസ് ടു 1. ദാറ്റ് ഈസ് പോൾ ഈസ് എ ഓർഡർ ഓഫ് 1 എന്ന് കിട്ടും. ഓക്കെ.
പോൾ ഓഫ് ഓർഡർ 1 ആണ് ഈ പെർട്ടിക്കുലർ സീരീസിൻ്റെ എന്താ പറയുക പോളിൻ്റെ ഓർഡർ എന്ന് പറഞ്ഞാൽ. ഓക്കെ, അതാണ് ആ ഒരു ക്വസ്റ്റ്യനുമായിട്ട് റിലേറ്റ് ചെയ്തിട്ട് എന്ത് ചെയ്യേണ്ടത് പറയാനുള്ളത്. ഓക്കെ, സോ പോളിൻ്റെ ക്വസ്റ്റ്യനൊക്കെ നമുക്ക് പെട്ടെന്ന് സോൾവ് ചെയ്യാൻ പറ്റും. ഓരോ ഡിഫറെൻറ്റ് കൈൻഡ്, ഇപ്പോൾ കോസ് സെഡ് ഡിഫറെൻറ്റ് കൈൻഡ് കോസ് സെഡ് സൈൻ സെഡ് വരാണെന്നുണ്ടെങ്കിൽ ആ സീരീസ് നമ്മൾ അപ്ലൈ ചെയ്യേണ്ടി വരും. പിന്നെ ചിലത് നമുക്ക് മുകളിലുള്ള ആളെയും താഴെയുള്ള ആളെയും ചിലപ്പം കട്ട് ചെയ്ത് പോകാൻ പറ്റും. പെട്ടെന്ന് ഡിനോമിനേറ്ററും ന്യൂമറേറ്ററും എന്ത് ചെയ്യാൻ പറ്റും, കട്ട് ചെയ്ത് ഒഴിവാക്കാൻ പറ്റും. ഇനി ഇതിൻ്റെ റെസിഡ്യൂ കാൽക്കുലേറ്റ് ചെയ്യൽ എപ്പോഴാണെന്ന് വെച്ചാൽ, റെസിഡ്യൂ നമ്മൾ പെട്ടെന്ന് കാൽക്കുലേറ്റ് ചെയ്താൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അതിന് ഇൻ്റഗ്രേഷൻ ഒന്നും കൂടി ഈസി ആയിട്ട് കിട്ടും. ഓക്കെ, അതിന് കോഷീസ് ഇൻ്റഗ്രൽ തിയറൊക്കെ ഉണ്ട്. അത് നമ്മൾ അടുത്തൊരു സെഷനിൽ കോഷീസ് ഇൻ്റഗ്രൽ തിയർ നമ്മൾ സോൾവ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഈ ടൈപ്പ് പ്രോബ്ലംസ് ആണ് ഇതിൽ വരാമെന്ന് പ്രത്യേകം ഒന്ന് ഓർത്ത് വെക്കുക. ഓക്കെ, ഇനി അടുത്തൊരു പ്രോബ്ലം നോക്കുകയാണെന്നുണ്ടെങ്കിൽ എഫ് ഓഫ് സെഡ് ഇസ് ഈക്വൽ ടു സൈൻ സെഡ് മൈനസ് 3 ഡിവൈഡഡ് ബൈ സെഡ് ക്യൂബ് ആണ് വരിക. സ്വാഭാവികമായിട്ടും ഇതിന് എന്ത് ചെയ്യേണ്ടി വരും, ഇതിനെ നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ സോൾവ് ചെയ്യേണ്ടി വരും. ഓക്കെ, സോ സൈൻ സെഡ് മൈനസ് 3ൻ്റെ എക്സ്പാൻഷൻ ഇവിടെ കൊടുക്കേണ്ടി വരും. സോ സെഡ് മൈനസ് 3 വരുമ്പോൾ നമ്മളൊന്നും കൂടി കൺഫ്യൂസ്ഡ് ആവും. നമുക്ക് അതിന് സെഡിൻ്റെ ടേമിലേക്ക് വേണമെങ്കിൽ മാറ്റി എഴുതാം. സോ ദിസ് ഇക്വേഷൻ ക്യാൻ ബി റിട്ടൺ ആസ് സൈൻ ഓഫ് സെഡ് മൈനസ് 3 ഡിവൈഡഡ് ബൈ സെഡ് ക്യൂബ് എന്നുള്ളത് വിച്ച് ഈസ് ഈക്വൽ ടു, ഞാൻ അതിന് എഴുതാൻ പോകുന്നത് 1/z ക്യൂബ് ഇൻറ്റു ഇത് സൈൻ എ മൈനസ് ബി ആണല്ലോ. അപ്പോൾ ഇതിന് ഞാൻ എങ്ങനെ എഴുതുന്നു, സൈൻ സെഡ് കോസ് 3 മൈനസ് സൈൻ 3 കോസ് സെഡ് എന്ന് എഴുതാൻ പോവാണ്. ഓക്കെ, ഈ രൂപത്തിൽ എനിക്ക് എഴുതാൻ പറ്റും. ഇനി അതിൻ്റെ സീരീസ് ആയിട്ട് ഞാൻ എക്സ്പാൻഡ് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് എന്താ കിട്ടുക, വിച്ച് ഈസ് ഈക്വൽ ടു 1/z ക്യൂബ് അവിടെ പുറത്തുണ്ട്. ഞാൻ സീരീസ് ആയിട്ട് എഴുതുകയാണെന്നുണ്ടെങ്കിൽ കോസ് 3 അവിടെ ഉണ്ട്. പിന്നെ ആരാളുള്ളത്, സൈൻ സെഡിൻ്റെ സീരീസ് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ z മൈനസ് സെഡ് ക്യൂബ് ബൈ 3 ഫാക്ടോറിയൽ പ്ലസ് എക്സെട്ര ഉണ്ടാവും. മൈനസ് സൈൻ 3 ഇവിടെ ഉണ്ട്. പിന്നെ കോസ് സെഡിൻ്റെ സീരീസ് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ആരാ വരിക, 1 മൈനസ് സെഡ് സ്ക്വയർ ബൈ 2 ഫാക്ടോറിയൽ പ്ലസ് എക്സെട്ര എന്നുള്ള ടേം വരുന്നുണ്ടാവും. ഇത്രയും ടേമാണ് എന്ത് ചെയ്യുക അവിടെ ഉണ്ടാവുക എന്നർത്ഥം. ഇതിനൊന്ന് റീഅറേഞ്ച് ചെയ്യുകയാണെന്നുണ്ടെങ്കിലോ, ഈ 1/z ക്യൂബ് ഉള്ളിലേക്ക് മൾട്ടിപ്ലൈ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ദിസ് വിൽ ബി ഈക്വൽ ടു കോസ് 3 ഇവിടെ ഉണ്ട്. ദെൻ ആരുണ്ടാവും, 1/z സ്ക്വയർ വരും. ദെൻ നെക്സ്റ്റ് ടേമിലോ 1 മൈനസ് 1/3 ഫാക്ടോറിയൽ വരും പ്ലസ് എക്സെട്ര വരും. അപ്പോൾ നമുക്ക് ഒരു കാര്യം മനസ്സിലായി, ഈ ഫസ്റ്റ് ടേമിൽ നിന്ന് ഫസ്റ്റ് നമ്മൾ എടുത്ത ഈ സൈൻ്റെ സീരീസ് എടുത്തല്ലോ, ഈ സൈൻ്റെ സീരീസ് ഇവിടെ എടുത്തു. ഈ സൈൻ്റെ സീരീസ് മൾട്ടിപ്ലൈ ആയപ്പോഴൊന്നും ആര് വരുന്നില്ല, 1/zൻ്റെ കോയിഫിഷ്യൻ്റ് വരുന്നില്ല. ഓക്കെ, അതാണ് ഒന്നാമത്തെ പോയിന്റ്. ഇനി 1/z ക്യൂബ് നമ്മൾ അടുത്ത ടേമിൽ മൾട്ടിപ്ലൈ ആണെന്നുണ്ടെങ്കിലോ, ഇവിടെ മൈനസ് സൈൻ 3 ഇവിടെ ഉണ്ട്, ഒരു കോൺസ്റ്റൻ്റ് ആണ്. ഇനി 1/z ക്യൂബ് ഇവിടെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എന്താ വരിക, ഇവിടെ 1/z ക്യൂബ് വരും. നെക്സ്റ്റ് ടേമിൽ ആരാ വരിക, 1/2 ഫാക്ടോറിയൽ ഇൻറ്റു 1/z വരും. ഓക്കെ, 1/2 ഫാക്ടോറിയൽ ഇൻറ്റു 1/z ആണ് ഇവിടെ വരുന്നുണ്ടാവുക. പ്ലസ് എക്സെട്ര എന്ന് പറഞ്ഞുള്ള ടേമാണ് അവിടെ മൂവ് ചെയ്യുന്നുണ്ടാവുക. ഓക്കെ, സോ ഓവറോൾ നമുക്ക് പറയുകയാണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യേണ്ടി വരും, ഒരു 1/z ക്യൂബ് നമുക്ക് എല്ലാ ടേമിന്നും കൂടി പുറത്തെടുക്കാം. അതാണ് ഈ പുറത്തുള്ള 1/z ക്യൂബ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഓർഡർ നോക്കിയാൽ മതി. കാരണം അതിൻ്റെ ഓർഡർ എന്ന് പറഞ്ഞാൽ എത്രയായിരിക്കും, z ക്യൂബ് ആണ് ഇവിടെ ഉള്ള ടേം എന്ന് പറഞ്ഞാൽ. സോ ഇവിടെ z സ്ക്വയർ വരുന്നുണ്ട്, അതുപോലെ ഇവിടെ z ക്യൂബ് 1/z ക്യൂബ് ഇവിടെ വരുന്നുണ്ട്. സോ സൈൻ 3 ജസ്റ്റ് ഒരു കോൺസ്റ്റൻ്റ് ആണ്. സോ z ക്യൂബ് വരുന്ന ടേം എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും, ഹയസ്റ്റ് നെഗറ്റീവ് പവർ ഓഫ് z എന്ന് പറഞ്ഞാൽ ഏതാണ്, 3 ആണ്. അതാണ് ഇവിടുത്തെ ഓർഡർ വരിക. ഓക്കെ, അത് പ്രത്യേകം നോട്ട് ചെയ്യണം. ഹയസ്റ്റ് നെഗറ്റീവ് പവർ നമ്മൾ സീരീസ് ആയിട്ട് എഴുതുകയാണെന്നുണ്ടെങ്കിൽ ഹയസ്റ്റ് നെഗറ്റീവ് പവർ ആണ് എന്ത് ചെയ്യുക, പോളിൻ്റെ ഓർഡർ ആയിട്ട് വരിക. സോ ഇവിടെ സ്വാഭാവികമായിട്ട് 3 ആയിരിക്കും അതിൻ്റെ ഓർഡർ എന്ന് പറഞ്ഞാൽ. ഓക്കെ, സോ ഈ രൂപത്തിലുള്ള ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ പോളിലും റെസിഡ്യൂലും ഒക്കെ ഒന്ന് ഓർത്ത് വെക്കേണ്ടത്. റെസിഡ്യൂ നമ്മൾ ഇവാലുവേറ്റ് ചെയ്തിട്ടില്ല, കോംപ്ലക്സ് ഇൻ്റഗ്രേഷനിലാണ് റെസിഡ്യൂൻ്റെ ഇവാലുവേഷൻ ഒന്നും കൂടി സ്പെസിഫിക് ആയിട്ട് വരിക. പോളുകൾ നമ്മൾ ഒരുപാട് എണ്ണം കണ്ടുപിടിച്ചു. ഈ പ്രോബ്ലംസ് ചെയ്ത് നോക്കുക. കൂടുതൽ പ്രാക്ടീസ് ക്വസ്റ്റ്യൻസ് താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്, അതും ഒന്ന് സോൾവ് ചെയ്ത് നോക്കുക. ഓക്കെ, അടുത്തൊരു സെഷനിൽ വീണ്ടും കാണാം. താങ്ക് യു.